ജീവിതത്തിൽ മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം മര്യാദയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും കാണണമെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന ഈ 8 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം കേൾക്കുക. കാരണം ഗുണകരമായ ഒരു 8 കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. അതായത് പലർക്കും നിങ്ങളോട് ഒരു മര്യാദ രൂപമായ ഒരു പെരുമാറ്റമൊന്നും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകില്ല. അതിനുള്ള കാരണവും ഞാൻ പറയുന്ന ഈ കാരണങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ അധികം ശ്രദ്ധയോടുകൂടി തന്നെ കേട്ട് ഈ ഒരു രീതി ഫോളോ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങളുടേതായ ജീവിതത്തിൽ ഇനിയെങ്കിലും ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും. ചെറുപ്പക്കാരായിട്ടുള്ളവരാണ് കാണുന്നതെങ്കിൽ അവർക്കും ഇത് വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും. അതിൽ തന്നെ ഒന്നാമതായിട്ട് പറയുവാനായിട്ടുള്ളത്, നിങ്ങൾ പലരെയും ഫോൺ വിളിക്കാറുണ്ട്. പല സമയങ്ങളിലായി തന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. വളരെയധികം നേരം സംസാരിക്കാറുമുണ്ട്. എന്നാൽ ഇനി ആരെയെങ്കിലും വിളിക്കുമ്പോൾ ഒന്നോ രണ്ടോ തവണ അതിൽ കൂടുതൽ തന്നെ ആരെയും വിളിക്കുവാൻ പാടുള്ളതല്ല. കാരണം അത് നിങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു പോരായ്മ ഉണ്ടാക്കിയെടുക്കുന്ന സാഹചര്യത്തെ ഉണ്ടാക്കും. ഭാര്യയെ വിളിക്കുകയാണെങ്കിലും ഒരു ഒന്നോ രണ്ടോ തവണയിൽ കൂടുതൽ വിളിക്കാതെ ഇരിക്കുക. അതുപോലെ തന്നെ മറ്റ് ആരെയാണെങ്കിലും ശരി, ഏത് ബന്ധുക്കളെയാണെങ്കിലും സുഹൃത്തുക്കളെയാണെങ്കിലും ആരെയാണെങ്കിലും ഒന്നോ രണ്ടോ തവണയിൽ കൂടുതൽ വിളിക്കാതെ ഇരിക്കുക. അത് നിങ്ങൾക്ക് ഒരു നല്ല ഒരു ശീലമാക്കി മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അടുത്തത്, രണ്ടാമത്തെ കാര്യം, ആരോടും തന്നെ അനാവശ്യമായി അഭിപ്രായ പ്രകടനങ്ങൾ നടത്താതെ ഇരിക്കുക. നിങ്ങളോട് ആരെങ്കിലും തന്നെ ഉപദേശം ചോദിച്ചാൽ മാത്രം നിങ്ങൾ അതിനുള്ള മറുപടി പറയുക. അല്ലാതെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇടത്ത് മറുപടി പറഞ്ഞ് ഉപദേശിക്കുവാനായിട്ട് ശ്രമിക്കാതെ ഇരിക്കുക. അത് നിങ്ങൾക്ക് വലിയ ഒരു പാഠമായിരിക്കും. ചോദിക്കുന്നിടത്ത് മാത്രം ഉപദേശങ്ങൾ നൽകുവാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, എല്ലാവരോടും തന്നെ എപ്പോഴത്തെയും പോലെ വളരെ അധികം രീതിയിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കാതെ ഇരിക്കുക. കാരണം അത് നമുക്ക് വലിയ തോതിലുള്ള വിനകൾ ഉണ്ടാക്കി വയ്ക്കും. എല്ലാവരുടേതായ മനോഭാവവും അവരുടേതായ ചിന്താരീതികളുമൊക്കെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോടൊക്കെ തന്നെ വളരെ അധികം ശ്രദ്ധാപൂർവം ഇടപെട്ട് സുഹൃത്തുക്കളാക്കാനായിട്ട് ശ്രമിക്കുക. രക്ഷ കണക്കാക്കി മാത്രമായിരിക്കണം എല്ലാവരോടും ഒരു ഫ്രണ്ട്ലി മൈൻഡ് കീപ്പ് ചെയ്യേണ്ടത്. നാലാമത്തെ കാര്യം, എല്ലാവരോടും തന്നെ വളരെ അധികം സംസാരിക്കാതെ ഇരിക്കുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോട് മാത്രം ആവശ്യത്തിന് സംസാരിക്കുക. അനാവശ്യമായി ഒരു കാര്യത്തിലോ ഒരു ചർച്ചകളിലോ പങ്കെടുക്കാതെ ഇരിക്കുക. ആവശ്യത്തിനുള്ള ഇടങ്ങളിൽ ആവശ്യത്തിനുള്ള മറുപടികൾ മാത്രം പറഞ്ഞുകൊണ്ട് സംഭാഷണം നിർത്തുക. അഞ്ചാമത്തെ കാര്യം, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്യാതെ ഇരിക്കുക. നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം മറ്റുള്ളവർ അറിയേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് കൊണ്ട് തന്നെ ചിലർക്ക് ഇഷ്ടമില്ലാതെ ഇരിക്കാം. ചിലർ അതിൽ നിന്നും നമ്മളെ താഴത്തേക്ക് ഇറക്കുവാനായിട്ട് ശ്രമിക്കുന്നവരുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം മറ്റുള്ളവർ അറിഞ്ഞാൽ മതിയാകും. ഇനി ആറാമത്തെ കാര്യം, എല്ലാവരുടെയും സന്തോഷത്തെ കരുതി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പാഴാക്കാതെ ഇരിക്കുക. നിങ്ങളുടേതായ സ്വന്തം കാര്യം നോക്കുവാനുള്ള പ്രാപ്തമായ മനസ്സ് എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക. മറ്റുള്ളവരുടേതായ സന്തോഷങ്ങൾ അവർക്ക് മാത്രമാണ് സന്തോഷമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായ സന്തോഷത്തിന് വേണം എപ്പോഴും പ്രാതിനിധ്യം കൊടുക്കുവാനായിട്ട്. അടുത്തത്, ഏഴാമത്തെ കാര്യം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ഒരു കാര്യവും ചെയ്യാതെ ഇരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ശരി എന്ന് തോന്നുന്നത് എന്താണോ അതുമാത്രം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരുടേതായ ചിന്തകളിലൂടെ സഞ്ചരിച്ച് സ്വയം ജീവിതം പാഴാക്കാതെ ഇരിക്കുക. അടുത്തത്, എട്ടാമത്തെ കാര്യം, എന്തെങ്കിലും രീതിയിൽ ഒരു തൊഴിൽ ചെയ്ത് പണം സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ മറ്റൊന്നുകൂടി കണ്ടെത്തി തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കുവാനായിട്ട് ശീലിക്കുക. അതിനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുവാനായിട്ടുള്ളത്. അപ്പോൾ ഈ 8 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുക. അതിന് യാതൊരുവിധ സംശയങ്ങളുമില്ല. പലർക്കും തന്നെ ഈ വീഡിയോ കേൾക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാകും ഈ പറയുന്നതിലൊക്കെ വാസ്തവം ഉണ്ട് എന്ന്. തീർച്ചയായിട്ടും ഈ 8 കാര്യങ്ങൾ നിങ്ങളുടേതായ ഓരോ
ജീവിതത്തിൻ്റെതായ വഴികളിലും ഓരോ ദിനങ്ങളിലും ഈ കാര്യങ്ങൾ പ്രാപ്തമാക്കി മുന്നിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ 100% നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും. ഇതുവരെ നിങ്ങൾ അവഗണിക്കപ്പെട്ടിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ അധികം നല്ല രീതിയിലേക്ക് ഉയർന്നു വരാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും. അതുതന്നെ ഇന്നലെ വരെ ഇങ്ങനെ ഇരുന്ന വ്യക്തി ഇന്ന് ഇങ്ങനെ മാറിയിരിക്കുന്നല്ലോ എന്ന ഒരു ചിന്തയും ഒരു ബഹുമാനമൊക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ഇത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തന്നെ ശീലിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് തന്നെയാണ്. ഇതിൽ നക്ഷത്രങ്ങളോ രാശികളോ ഒന്നും തന്നെ ഇടപെടുന്നില്ല. മനസ്സ് മാത്രമാണ് യഥാർത്ഥമായും ഇവിടെ കൊണ്ടുവരേണ്ടത്. മാർഗം അല്ല പ്രധാനം, ലക്ഷ്യമാണ് പ്രധാനം എന്ന ചിന്ത കൂടി മനസ്സിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിച്ച് മുന്നിലേക്ക് വരുവാൻ കഴിയുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നുണ്ട്, തീർച്ചയായിട്ടും കാണുക. എല്ലാം ഉപകാരപ്രദമായ വീഡിയോസ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. വളരെ അധികം ശ്രദ്ധാപൂർവം കേൾക്കുക, കാണുക, അഭിപ്രായങ്ങൾ നൽകുക. നല്ല അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റേതായ കണ്ടെത്തലുകളിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. നല്ല അഭിപ്രായങ്ങളും ചിന്തകളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.